നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ജനന സർട്ടിഫിക്കറ്റിൽ നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് അതിലെ പേര് തിരുത്തൽ, ആഡ് ചെയ്യാത്ത പേരുകൾ ആഡ് ചെയ്യൽ, മാതാപിതാക്കളുടെ ആഡ് ചെയ്യാത്ത പേരുകൾ ആഡ് ചെയ്യൽ, മാതാപിതാക്കളുടെ പേര് തിരുത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിലവിൽ ജനനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ പുതിയതായി ജനനം രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ നിലവിൽ കൈവശമില്ലാത്ത ജനന സർട്ടിഫിക്കറ്റുകൾ, കീറിയതോ മറ്റോ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ജനന സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ പുതിയത് എടുക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജനനം രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കൈവശമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിലവിൽ നഷ്ടപ്പെട്ടു പോയ ജനന സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കേസ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് യാതൊരു തരത്തിലുള്ള ഫീസുകളോ മറ്റോ നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് QR കോഡ് കൂടിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അതില്ലെങ്കിൽ നിലവിൽ നമ്മുടെ കൈവശമുള്ള ജനന സർട്ടിഫിക്കറ്റുകളിൽ നമ്മുടെ പേരിനെ കൂടെ സർനെയിം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതില്ലെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമ്മുടെ പേര് രണ്ട് രൂപത്തിലും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പേരുകൾ വേണം. അതിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ മാത്രമുള്ള ആളുകൾക്ക്, മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആഡ് ചെയ്യാത്ത ആളുകൾ, അതില്ലെങ്കിൽ ആഡ് ചെയ്ത പേരുകളിൽ നിന്ന് തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തണമെങ്കിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള ഓഫീസുകളിലോ മറ്റോ പോകേണ്ട ആവശ്യമില്ല. തികച്ചും ഓൺലൈൻ വഴി നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപൂർവം ചില കേസുകളിൽ മാത്രമാണ് നമ്മൾ നേരിട്ട് ഓഫീസുകളിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് തിരുത്തണമെങ്കിൽ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാം. പ്രവാസികളായ ആളുകൾക്കും അതുപോലെ തന്നെ വീട്ടിൽ ഇങ്ങനെ ഓഫീസുകളിൽ മറ്റും കയറിയിറങ്ങാൻ സാധിക്കാത്ത ആളുകൾക്കെല്ലാം നമ്മുടെ വാട്സപ്പ് സേവനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതാണ്. അത് നമ്മൾ 29 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വാട്സപ്പിൽ ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ മറുപടി കൊടുക്കാൻ സാധിക്കാറില്ല. അതിനാൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്, വെറും 29 രൂപ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ഈ വാട്സപ്പ് നമ്പറിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തൽ, മാതാപിതാക്കളുടെ പേര് തിരുത്തൽ, ആഡ് ചെയ്യാത്ത പേരുകൾ ആഡ് ചെയ്യൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വാട്സപ്പുമായി ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് 35 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊന്നും ജനനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ജനനം രജിസ്റ്റർ ചെയ്യാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണോ ജനിച്ചത് ആ ജനിച്ച പഞ്ചായത്തിലാണ് നമ്മൾ ജനനം രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ ജനനം രജിസ്റ്റർ ചെയ്യാൻ ഉള്ള രേഖകളെല്ലാം നമ്മൾ റെഡിയാക്കി നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് ജനനം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതാണ്. അത് നമ്മുടെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 20 അല്ലെങ്കിൽ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ജനനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അവർ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ പ്രസവം നടന്നത് ആ ഹോസ്പിറ്റൽ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിൽ അത് പ്രസവം നടക്കുന്നതോടുകൂടി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നമ്മൾ പേര് ആഡ് ചെയ്തിട്ടുണ്ടാകില്ല. അവിടെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്തിൽ ഇപ്പോൾ നമ്മൾ പേര് ആഡ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ ഓരോ ഓഫീസുകളിലും കയറി ഇറങ്ങാതെ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഇഷ്ടമുള്ള പേര് നമുക്ക് ആഡ് ചെയ്യാം. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ആഡ് ചെയ്യണം. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ എന്തെങ്കിലും തരത്തിലുള്ള സർനെയിം ആഡ് ചെയ്യാത്തതോ അല്ലെങ്കിൽ സർനെയിം ഒരുപാട് കൂടുതലുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തിരുത്താൻ വളരെ സൗകര്യമാണ്. പണ്ടെല്ലാം ഇതിന് ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ ജനിച്ച ഹോസ്പിറ്റലിൽ പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഗസറ്റ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പക്ക ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. ഇത് സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത പ്രവാസികളായ ആളുകൾ, വീട്ടിൽ മറ്റു ഓൺലൈൻ സൗകര്യമില്ലാത്ത ആളുകൾക്കെല്ലാം നമ്മൾ വാട്സപ്പുമായി ബന്ധപ്പെടാം. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയുള്ളൂ. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ആദ്യം വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. അതിൽ ഒരുപാട് സംശയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ മറുപടി കൊടുക്കാൻ സാധിക്കുകയില്ല. അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് വെറും 29 രൂപ മാത്രമാണ് നിങ്ങൾ അതിന് ചാർജ് ഈടാക്കുന്നുള്ളൂ നമ്മൾ. അതുപോലെ തന്നെ നിലവിൽ ജനനം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. ജനനം രജിസ്റ്റർ ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകൾക്കുണ്ട്. അവർക്കിപ്പോൾ കേസ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനവർ യാതൊരു തരത്തിലുള്ള ഫീസ് നൽകേണ്ട ആവശ്യമില്ല.
കെ സ്മാർട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ QR കോഡ് അടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ടാകും. ഇങ്ങനെ നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്തവർക്കും വാട്സപ്പിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.